അഭിലാഷ്, രാവിലെ ചാണ്ടിയുമന്റെ പ്രതികരണം തേടിയ സമയത്ത് തന്നെ ചാണ്ടിയുമൻ പറഞ്ഞത് നമുക്ക് ഒന്നിച്ച് പോകാം എന്നുള്ള കാര്യമാണ്. ഓക്കെ കയറും. അങ്ങനെ ചാണ്ടി തന്നെ ഓരോ റൂമും കയറി നോക്കുകയാണ്. പ്രത്യേകിച്ച് ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട തരത്തിലുള്ള റൂം എന്ന് പറയുന്നത് മുകളിലുള്ള റൂമാണ്. ആ റൂമുകളിലേക്കൊക്കെ തന്നെ ചാണ്ടി ഇപ്പോൾ പോവുകയാണ്. എന്തായാലും ഈ നമ്മൾ രാവിലെ നൽകിയ ആ വാർത്തയ്ക്ക് ബന്ധപ്പെട്ടാണ് ചാണ്ടി ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലിലെ മുറികൾ ചാണ്ടി പരിശോധിക്കുകയാണ്. പ്രധാനമായും വളരെ തകരാറുള്ള വളരെ പഴക്കം ചെന്നൊരു കെട്ടിടമാണ് ഈ മെൻസ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. 60 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. ആ മെൻസ് ഹോസ്റ്റലിലേക്ക് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ എത്തുന്നത്. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഇടപെടൽ നടത്തിയത് ചാണ്ടി ഉമ്മനായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചാണ്ടി ഈ മെൻസ് ഹോസ്റ്റൽ വിഷയത്തിൽ സജീവമായി ഇടപെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ കെട്ടിടം പണിയണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ചാണ്ടി ഇപ്പോൾ മുകളിലത്തെ കെട്ടിടത്തിലേക്ക് വരുന്നത്. അഭിലാഷേ, ചാണ്ടി ഉമ്മൻ ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് രാവിലെ റിപ്പോർട്ട് ചെയ്ത സംഭവം നേരിട്ട് മനസ്സിലാക്കുകയാണ്. അങ്ങേയറ്റം മോശമായ അവസ്ഥയിൽ ആണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലുള്ളത്. ഒരു വിൻഡോയിൽ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അത്രയും മോശം സാഹചര്യങ്ങളിലാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്നത്. ആ ഹോസ്റ്റൽ വിസിറ്റ് ചെയ്യാൻ ഇപ്പോൾ പുതുപ്പള്ളി MLA കഴിഞ്ഞ ദിവസവും കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടമുണ്ടായതിന് പിന്നാലെ തന്നെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നതായിരുന്നു ചാണ്ടി ഉമ്മൻ. ചർച്ചയിലടക്കം ഈ വിഷയങ്ങൾ ശക്തിയുക്തം ഉന്നയിച്ചു. ഇന്നലെ ബിന്ദുവിൻ്റെ കുടുംബത്തിന് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ വക ധനസഹായം പ്രഖ്യാപിക്കുന്നു. ഇത് സജീവമായി പാർട്ടി ഭേദമന്യേ അല്ലെങ്കിൽ കക്ഷി രാഷ്ട്ര ഭേദമന്യേ എല്ലാവരും ഇടപെടേണ്ട വിഷയമാണ്. ഇതെല്ലാവരുടെയും കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ ഇന്നലെ പ്രതികരണം അറിയിച്ചത്. ഇവിടുത്തെ ടോയ്ലറ്റ് സൗകര്യം അടക്കമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കുട്ടികൾ തന്നെ ആണെന്ന് തോന്നുന്നു സംഭവങ്ങളെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഈ അറ്റകുറ്റപ്പണി നടത്തുമ്പോഴും ഓരോ വർഷവും കുറച്ച് പണം ചിലവാക്കുന്നല്ലാതെ ശാസ്ത്രമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പുതിയ കെട്ടിടത്തിലേക്ക് വിദ്യാർത്ഥികളെ മാറ്റണം, പുതിയ കെട്ടിടം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ചാണ്ടി ഉമ്മൻ ഓരോ ഹോസ്റ്റൽ മുറിയായി പരിശോധിക്കുകയാണ്. മോശം അവസ്ഥയിലാണ് അവിടുത്തെ ഹോസ്റ്റൽ കെട്ടിടങ്ങൾ. അടുത്ത സമയത്ത് ചില സ്ഥലങ്ങളൊക്കെ കുറച്ച് പെയിന്റ് അടിച്ചിട്ടുണ്ട്. നീല കളറൊക്കെ ചിലയിടങ്ങളിൽ കാണുന്നത് ഒരു പുതുമയുണ്ട്. പക്ഷേ പെയിന്റ് അടിച്ച് കൂട്ടുന്ന നേരത്തെയും ഷിനോജൊക്കെ പങ്കുവെച്ച പോലെ വേണ്ട രീതിയിൽ മറ്റ് അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ട് പെയിന്റ് ചെയ്തിരുന്നെങ്കിൽ പിന്നെയും ഏറെക്കാലം കെട്ടിടങ്ങൾ പ്രശ്നമില്ലാതിരിക്കും. പക്ഷേ അതൊക്കെ അതിലും തട്ടിപ്പാണല്ലോ. 10 ലക്ഷം രൂപയ്ക്ക് കോൺട്രാക്ട് കൊടുത്താൽ എത്ര രൂപയാണ് ആ പണിയിൽ യഥാർത്ഥത്തിൽ ചെലവഴിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ അതൊരു പതിവ് രീതിയാണ്. മുഴുവൻ കണ്ടതിന് ശേഷം ഞാനത് പ്രതികരിക്കാം. ഇവിടെ നമ്മൾ ജസ്റ്റ് കാണാൻ വന്നതേ ഉള്ളൂ. അത് കണ്ടു കഴിഞ്ഞു. കാരണം പല പ്രശ്നങ്ങളും നമ്മുടെ മുന്നിൽ വന്നു. അപ്പം ഇവിടെ ഇന്നലെ സന്ദർശിക്കുമ്പോൾ നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്തത്ര നാറ്റമാണ്. ഇവിടെ നിൽക്കാൻ നമുക്ക് അവിടെ നമ്മുടെ താഴോട്ടിറങ്ങി നമുക്ക് മൊത്തം കണ്ടിട്ട് ഞാൻ പ്രതികരിക്കാം. മൊത്തം ഒന്ന് കണ്ടോട്ടെ. ചാണ്ടി പറയുന്നത് മുഴുവൻ കണ്ടതിന് ശേഷം, അതായത് ഈ മുകളിലത്തെ നിലയാണ് ഏറ്റവും പ്രശ്നമുള്ള നില എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് രാവിലെ കാണിച്ച ദൃശ്യങ്ങളിൽ ഭൂരിഭാഗവും ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ നില, അതായത് മുകളിലത്തെ നിലയിലുള്ള ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ കുറച്ചുകൂടി കാണുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പോകുന്നത്. ആ മുറികൾ കൂടി കണ്ടതിന് ശേഷം ഒരു കൃത്യമായ രീതിയിലുള്ള പ്രതികരണത്തിലേക്ക് എത്താം എന്നാണ് ഇപ്പോൾ ചാണ്ടി പറയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ നമ്മൾ നൽകിയ വാർത്തയ്ക്ക് പിന്നാലെ ചാണ്ടി ഉമ്മൻ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ വന്ന് ഓരോ മുറിയും എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് സംബന്ധിച്ച് നേരിട്ട് കാണുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ തന്നെ വിവിധ ഇടങ്ങളിൽ പരാതി കൊടുത്തതാണ്. തങ്ങളെ കൊണ്ട് കഴിയുന്ന ഇടങ്ങളിൽ വിവിധ കാലങ്ങളിൽ ഒക്കെ തന്നെ പരാതി കൊടുത്തു. ആരോഗ്യ വകുപ്പിന് കൊടുത്തു, PWD വകുപ്പിന് പരാതി കൊടുത്തു. അങ്ങനെ അവരെ കൊണ്ട് കഴിയാവുന്ന തരത്തിലൊക്കെ തന്നെ ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ പരാതി കൊടുത്തതാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും ഉണ്ടായില്ല. ഒടുവിൽ ഈ പരാതി കൊടുക്കാൻ നാം മുന്നോട്ട് ഇറങ്ങിയ വിദ്യാർത്ഥികൾ നിങ്ങൾ സംസാരിക്കരുത്, നിങ്ങൾ വായടക്കണമെന്ന തരത്തിൽ വാർഡന്റെ ഭാഗത്തു നിന്ന് ഒരു തിട്ടൂരം വരുന്നു. ആ തിട്ടൂരത്തെ അവഗണിച്ചുകൊണ്ട് അവർ തന്നെ സംസാരിക്കാൻ മുന്നോട്ട് ഇറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ MLA, പുതുപ്പള്ളി MLA ഇപ്പോൾ ഈ മെൻസ് ഹോസ്റ്റലിലേക്ക് എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താണ് എന്ന് സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ചാണ്ടി ഈ ഹോസ്റ്റലിലേക്ക് എത്തുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ രാവിലെ തന്നെ കണ്ടതാണ്. മുകൾ ഭാഗത്തൊക്കെ തന്നെ പലയിടത്തും സീലിംഗ് ഒക്കെ പോയി കിടപ്പുണ്ട്. സീലിങ്ങും അതിൻ്റെ പ്ലാസ്റ്ററൊക്കെ ഇളകി കിടക്കൊണ്ട് തുരുമ്പ് പിടിച്ച കമ്പി ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നേരിട്ട് കാണുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ MLA ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികരണം, ചാണ്ടി ഉമ്മൻ്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം, അതായത് ഈ മുഴുവൻ മുറികളും കണ്ടതിന് ശേഷം ഉണ്ടാകുമെന്നാണ് ചാണ്ടി പറയുന്നത്. അഭിലാഷ്, ശരിയാണ്. ചാണ്ടി ഉമ്മൻ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റൽ സന്ദർശിക്കുകയാണ്. പരിതാപകരമായ സ്ഥിതിയിലുള്ള താമസ സൗകര്യമാണ് അവിടെ കുട്ടികൾക്കുള്ളത്. അതിനെക്കുറിച്ച് പരാതിപ്പെടാൻ പോലും പറ്റാത്ത സാഹചര്യം. പരാതിപ്പെട്ടാൽ അവരുടെ ഇന്റേണൽ അസസ്മെൻ്റ് അടക്കമുള്ള കാര്യങ്ങളെ ബാധിക്കുമെന്ന ഭയം സ്വാഭാവികമായിട്ടും കുട്ടികൾക്കുണ്ടാകും. എങ്കിലും അതിനെ മറികടന്ന് ചിലരെങ്കിലും അതൊക്കെ പറയാൻ തയ്യാറാകുന്നുണ്ട്. ഇത്രയും മോശം സ്ഥിതിയിൽ ഇരുന്നാണ് തങ്ങൾ പഠിക്കേണ്ടി വരുന്നത്. നമ്മൾ
ഏറ്റവും മികച്ച MBBS പഠനം നൽകുന്നത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ അത് ഇത്രയേറെ പരിമിതികൾ ഇപ്പോൾ ഉക്രൈനിലേക്കടക്കം മറ്റ് പല രാജ്യങ്ങളിലേക്കും ഡോക്ടർ പഠനം നേടാൻ വേണ്ടി കുട്ടികൾ പോകുന്നുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ, അത് ഹോസ്റ്റൽ സൗകര്യം അടക്കം ഏറ്റവും മികച്ച നിലയിലുള്ളതാണ്. ഇവിടെ പക്ഷേ ഏറ്റവും ഉയർന്ന റാങ്ക് ഉള്ളവരാണ്, ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കുട്ടികൾക്കാണ് ഇത്രയും മോശസ്ഥിതി കിട്ടുന്നത്. മെറിറ്റുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ച് ശരിയാണ്, വളരെ ചെറിയ ചെലവിൽ, താരതമ്യേന ചെറിയ ചെലവിൽ പഠനം പൂർത്തീകരിക്കാം. പക്ഷേ അവർക്ക് ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യം കൂടി ഉറപ്പുവരുത്തുക എന്നുള്ളത് അതിൻ്റെ ഭാഗമാണ്, അത് ഉത്തരവാദിത്വമാണ്, സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് അവിടുത്തെ ഹോസ്റ്റലിൻ്റെ അവസ്ഥ തീർത്തും പരിതാപകരമാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം. മാതൃഭൂമി ന്യൂസ് രാവിലെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും വലിയ ചലനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ MLA ആ ഭാഗങ്ങളെല്ലാം സന്ദർശിക്കുകയാണ്, വിസിറ്റ് ചെയ്യുകയാണ്. ചെറിയ തോതിൽ ഈ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് നമ്മൾ മുട്ടുശാന്തി എന്നൊക്കെ പറയുന്നത് മാതിരി ദൃശ്യങ്ങൾ അതേറെ നിർണായകമാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പറഞ്ഞോളൂ ഷിനോജ്, പറഞ്ഞോളൂ. ഒരു വർഷം പിന്നിടുമ്പോഴും യാതൊരു മാറ്റവും ഈ കെട്ടിടത്തിൽ ഈ റൂം, അതായത് നമ്മൾ ഇന്ന് രാവിലെ കാണിച്ച ദൃശ്യങ്ങളിലുള്ള ഒരു റൂം എന്ന് പറയുന്നത് ഇപ്പോൾ ചാണ്ടി നിൽക്കുന്ന റൂമാണ്. അതിനിപ്പുറത്തുള്ള റൂമിൽ സമാനമായ അവസ്ഥ തന്നെയാണ്. അതിന്റെ മുകളിലെ സീലിംഗ് ഒക്കെ തന്നെ പോയി, പ്ലാസ്റ്റർ ഉൾപ്പെടെ പോയി. ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം, കമ്പി ഉൾപ്പെടെ നമുക്ക് പുറത്ത് കാണാം. ഇന്ന് രാവിലെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അറ്റകുറ്റപ്പണി എന്ന പേരിൽ എന്തൊക്കെയോ അവിടെ ചെയ്തു കൂട്ടുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഞങ്ങൾ പരാതി കൊടുക്കും, എന്തെങ്കിലും തരത്തിൽ ഇതൊക്കെ ചർച്ചയായി വരുന്ന സമയത്ത് മെയിൻ്റനൻസ് എന്ന പേരിൽ എന്തൊക്കെ വന്ന് പെയിന്റ് അടിച്ചിട്ട് പോകും എന്നൊരു കാര്യം മാത്രമാണ്. അവർ ശാശ്വതമായ രീതിയിലുള്ള പരിഹാരം ഈ വിദ്യാർത്ഥികൾക്ക് വേണം. അതിനുവേണ്ടിയാണ് അവർ ഇത്തരത്തിലുള്ള പ്രതിഷേധമായി ഇപ്പോഴൊക്കെ ഈ മുന്നിട്ടിറങ്ങുന്നതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത മുറി ഏറെ നിർണായകമാണ്. കാരണം ഈ മുറി നമ്മൾ രാവിലെയൊക്കെ കാണിച്ച മുറിയാണ്, ഫാനുമായി ചേർന്ന് കിടക്കുന്ന മുറിയാണ്. സീലിംഗ് ഉൾപ്പെടെ ഏറ്റവും സീലിംഗിൽ നോക്കുന്ന ുമായി ബന്ധപ്പെട്ട് സീലിംഗിൽ ഉൾപ്പെടെ തുരുമ്പെടുത്ത കമ്പി നമുക്ക് കാണാം. ആ കമ്പി ഉൾപ്പെടെ മുകളിൽ നിൽപ്പുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ 60 വർഷം പഴക്കമുള്ള കെട്ടിടമാണ്. ആ കെട്ടിടത്തിലുള്ള ആ റൂമിലേക്കാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ എത്തിയിരിക്കുന്നത്. ഈ റൂം എന്ന് പറയുന്നത് 3ാം വർഷ വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന റൂമാണ്. ആ റൂമിലാണ് ഈ അവസ്ഥ എന്ന് പറയുന്നത്. രാവിലെ ഇവിടെ വന്നിരുന്ന സമയത്ത് ഇവിടെ 4 വിദ്യാർത്ഥികൾ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് ചോദിക്കുമ്പോൾ വേറെ വഴിയൊന്നുമില്ല ചേട്ടാ, ഞങ്ങൾക്ക് ഇതിലെ അവസ്ഥയുള്ളൂ, വേറെ കാര്യമില്ല. കാരണം ഞങ്ങളൊക്കെ സാമ്പത്തികമായി അത്ര ഒരു മെച്ചമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകളല്ല, ഞങ്ങൾക്ക് ഇതേ പറ്റിയതുള്ളൂ. വേറെ സ്വകാര്യ ഹോസ്റ്റലൊക്കെ തന്നെ പുറത്തുണ്ട്, പക്ഷേ അവിടെ പോകണ ഒരു പൈസ വേണം. ഞങ്ങൾ സാധാരണക്കാരായ ആളുകളാണ്, ഞങ്ങൾക്ക് മറ്റ് വഴികളൊന്നും തന്നെ ഇല്ല. ആ ഒരു അവസ്ഥ കൂടി അവർ വയ്ക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഹോസ്റ്റലിൽ സന്ദർശിച്ച് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവം എന്ന് കൃത്യമായി അറിയുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റൽ, 60 വർഷം പഴക്കമുള്ള മെൻസ് ഹോസ്റ്റലിന്റെ ഇപ്പോൾ കൃത്യമായ രീതിയിൽ വിവരണമാണ് ഇപ്പോൾ വരുന്നത്.